ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങൾ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ. 5 പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂർ, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായിരുന്ന MS സ്വാമിനാഥൻ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2024 ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആര്? 2024 ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളി. ഉത്തരം MS സ്വാമിനാഥൻ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏത്? 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. ഉത്തരം സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാവുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. ഉത്തരം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ബിൽ അവതരിപ്പിച്ച് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ട്. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം കളമശ്ശേരി. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുവാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുവാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം. ഉത്തരം അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് അഭിനവ് ബിന്ദ്ര. മികച്ച നവാഗത പാർലമെന്റേറിയനു നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മികച്ച നവാഗത പാർലമെന്റേറിയനു നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം ജോൺ ബ്രിട്ടാസ്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി. ഉത്തരം ശശി തരൂർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ഉത്തരം ഒലെഗ് കൊനോനെൻകോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 5 യാത്രകളിൽ നിന്ന് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയും ചെലവഴിച്ചാണ് ഒലെഗ് കൊനോനെൻകോ റെക്കോർഡ് സ്ഥാപിച്ചത്. റഷ്യയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ കെന്നഡി പഡാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? ഉത്തരം തൃശൂർ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം.
യുഎസിലെ ന്യൂജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം USA, മെക്സിക്കോ, കാനഡ. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം? പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി? 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആര്? ഉത്തരം പ്രേമ ധൻരാജ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി പ്രേമ ധൻരാജ് രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുവാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുവാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ഉത്തരം കെയർ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം PR ശാരദ. മുൻ ഹോക്കി മലയാളി താരമാണ് PR ശാരദ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആര്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി? ഉത്തരം NK ദേശം അഥവാ N കുട്ടിക്കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പവിഴമല്ലി, അപ്പൂപ്പൻ താടി, 51 അക്ഷരാളി, കന്യാഹൃദയം, മഴത്തുള്ളികൾ, കാവ്യകേളി, എലിമീശ, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. B. ശ്രീദേവി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് NK ദേശം. 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2016 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തതിനാണ് 2016 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് NK ദേശത്തിന് ലഭിച്ചത്. മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2024 ഫെബ്രുവരിയിൽ മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. G സ്മാരകം എന്നാണ് G. ശങ്കരക്കുറുപ്പിൻ്റെ സ്മാരകം അറിയപ്പെടുക. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി? ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി? ഉത്തരം K-ലിഫ്റ്റ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം? 2024 ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം? ഉത്തരം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി? ഉത്തരം രാജസ്ഥാനിലെ പൊക്രാൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയുടെ പേര്? നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ? ഉത്തരം അതിജീവനം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ ബീച്ചാണ് കാപ്പാട്.
2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമംഗൈ. 2023 നടക്കേണ്ട ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് 2024 ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഉത്തരം ഓർമ്മത്തോണി. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം? ഉത്തരം അമേരിക്ക. രണ്ടാം സ്ഥാനത്ത് റഷ്യ, മൂന്നാം സ്ഥാനത്ത് ചൈന, ഇന്ത്യ നാലാം സ്ഥാനത്ത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള നാലാമത്തെ രാജ്യം ഇന്ത്യ. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം? 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം? ഉത്തരം കോന്നി റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പാപനാശം ബീച്ച് അഥവാ വർക്കല ബീച്ച്. സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി? മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി? ഉത്തരം വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സംഗീത മേഖലയിൽ നൽകുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റിന്റെ മിഡ്നൈറ്റ്സ്. ടെയ്ലർ സ്വിഫ്റ്റിന്റെ മിഡ്നൈറ്റ്സ് ആണ് 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടെയ്ലർ സ്വിഫ്റ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ദിസ് മൊമെന്റ്. ഇന്ത്യക്കാരായ പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെന്റ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയൊക്കെയാണ്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ? ഉത്തരം ലഡാക്ക്, ഗുൽമാർഗ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഷീൻ ഇ ഷീ എന്ന ഹിമപ്പുലി. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം ജസ്പ്രീത് ബുംറ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം? ഉത്തരം ഈഫൽ ടവർ. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 6. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്.
ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് എന്നതാണ് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം. ലോകത്തിലെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം? ഉത്തരം ബംഗളൂരു. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ലണ്ടൻ. 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡംബ്ലിൻ ആണ്. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ദേശീയ സെൻസസ് ദിനം ഉത്തരം ഫെബ്രുവരി 9. ഇന്ത്യ ഏത് അയൽരാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം മ്യാൻമർ. കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത്? ഉത്തരം എൻ വാസുദേവൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആര്? ഉത്തരം AR റഹ്മാൻ. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ? ഉത്തരം VK മോഹനൻ കമ്മിറ്റി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ്? ഉത്തരം മാർഗദീപം.